ഇനി എത്ര ആൾ പോകാനുണ്ട് എന്ന് ആർക്കറിയാം. ഇന്ന് കാണുന്ന ആളെ നാളെ അവിടെ കാണുമെന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. അതാണ് ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ടത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇന്ന് നോൺ പ്ലെയിൻ ക്യാപ്റ്റനും കോച്ചുമാണ് മുഖ്യമന്ത്രി എന്നാണ് ആളുകളെ റിക്രൂട്ട് ചെയ്തത്. അത് നല്ല വർത്തമാനം തന്നെയാണ്. ഈ പത്മജ പോയ കാര്യത്തിൽ അദ്ദേഹം എൻ്റെ പേരും കൂടി പരാമർശിച്ച് പ്രസ്താവന ഇറക്കിയത് കാണുകയുണ്ടായി. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ കോൺഗ്രസിൽ നിന്നും BJP-യിൽ എത്തിയ നേതാക്കന്മാരുടെ എണ്ണം നോക്കിയാൽ മതി. അവരെല്ലാം എങ്ങനെയാണ് പോകാനിടയായത്? ആകെ 12 രാജ്യത്തെ പഴയ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ BJP-ക്കകത്തുള്ളത്. പണ്ട് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിരുന്നവർ, സംസ്ഥാന അധ്യക്ഷന്മാർ, അതോടൊപ്പം AICC-യുടെ പ്രധാനികൾ, എത്രയെത്ര പേര്. എന്തെല്ലാം തരത്തിലുള്ള ലജ്ജാകരമായ നീക്കങ്ങളാണ് ഈ കോൺഗ്രസ് നേതൃതലത്തിലുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇപ്പോഴും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകളിങ്ങനെ പോകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ന്യായീകരണമായിട്ട് അത് മറ്റാരുടെയെങ്കിലും പേര് പറഞ്ഞ് അവരുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് ഏതെങ്കിലും തരത്തിൽ അത് മുഖവിലക്കെടുക്കാൻ ആരെങ്കിലും തയ്യാറാകും? അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കുന്നതെന്നൊരു ഒരു പരിതാപകരമായ ഒരു മനോഭാവമല്ലേ അദ്ദേഹത്തിൻ്റെ അനുയായികൾ നടക്കം ഉണ്ടാവുക എന്നത് ചിന്തിക്കേണ്ടതാണ്.